ഏതൊരാൾക്കിത്ര സ്നേഹം ഈ ഭൂമി നൽകും. മുസ്തഫ, നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണം. ഒരു ഹദീസ് കേൾക്കണം. എല്ലാവരും കേൾക്കണം. ആരെങ്കിലും ഒരു ദിവസം രാവിലെ 100 സ്വലാത്ത് ചൊല്ലിയാൽ, കേട്ടോളൂ 100 സ്വലാത്ത്. പല ആളുകൾക്കും പേടിയുണ്ടാവും. നേരം വെളുക്കുമ്പോ പടച്ചോനെ ഇന്ന് എന്തൊക്കെ ഉണ്ടാവുക, പടച്ചോനെ ബേജാറുണ്ടാവോ, പടച്ചോനെ ബുദ്ധിമുട്ടുണ്ടാവോ, അങ്ങനെയൊക്കെ നേരം വെളുക്കുമ്പോ പ്രഭാതാവും തോറും ബേജാറാണ് ചില ആളുകൾക്ക്. അവര് കേട്ടോളൂ, ഒരു ദിവസം രാവിലെ ഒരാൾ 100 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ, എത്ര പ്രാവശ്യം? 100 പ്രാവശ്യം സ്വലാത്ത്. അത് ഏതും ആവാം, നിങ്ങൾക്കറിയുന്ന ഏത് സ്വലാത്തും ആവാം. 100 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹി വ ദിമ്മത്തി റസൂലില്ലാഹ്, അവൻ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്, അവൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉത്തരവാദിത്വത്തിലാണ്. ഒരു ദിവസം 100 സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരു ദിവസം 100 സ്വലാത്ത് ചൊല്ലിയാൽ അവൻ അള്ളാഹുവിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഉത്തരവാദിത്വത്തിലാണ്. മറ്റൊരു ഹദീസുണ്ട്, മൻ സല്ലാ അലയ്യ കുല്ല യൗമിൻ അൽഫ മർറ ഹറമല്ലാഹു ജസദഹു അലന്നാർ. എല്ലാ ദിവസവും ഒരാള് 1000 സ്വലാത്ത് ചൊല്ലിയാൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ, വാൻ പിന്നെ നരകം വൻക്ക് ഹറാമാണ് എന്ന റസൂലുള്ളാഹി. എത്ര സ്വലാത്ത് ചൊല്ലിയാല്? ദിവസം 1000 സ്വലാത്ത് പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കണം. 1000 സ്വലാത്ത് പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കണം. എങ്കിലോ അവൻക്ക് അല്ലാഹു തആല നരകം ഹറാമാക്കിയിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിനേക്കാൾ വലിയൊരു രസം എന്താണ്? നമുക്ക് ആദ്യമായിട്ട് സ്വലാത്തിന്റെ ഒരു ആയത്തിറങ്ങി. നിങ്ങൾ ചിന്തിച്ചോളൂ. നമുക്കൊക്കെ അറിയുന്ന ഒരു ആയത്തുണ്ട്, സ്വലാത്തിന്റെ ആയത്ത്. ഏതാണ്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇവിടെ ഒരു വലിയൊരു പോയിന്റ് എന്താണെന്നറിയോ? നിങ്ങൾ നിസ്കരിച്ചോളീം, ഞാനും എന്റെ ആളുകളും നിസ്കരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. നിങ്ങൾ സക്കാത്ത് കൊടുത്തോളീം, ഞാനും ആളുകളും സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞെന്താണ്? ഞാനും എന്റെ മലക്കാളും സലാത്ത് ചെല്ലുന്നുണ്ട്, നിങ്ങൾ സലാത്തും സലാമും ചൊല്ലിക്കോളി എന്നാ പറഞ്ഞത്. പക്ഷെ ഇതിന്റെ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് സ്വഹാബത്തുൽ കറാമിനെ മനസ്സിലായി. ഇത് കേവലം നമ്മൾ മനസ്സിലാക്കിയതല്ല, അതിനേക്കാളും അപ്പുറം എന്തോ ഒരു രഹസ്യത്തിന്റെ പിന്നിലുണ്ട് എന്ന് സ്വഹാബത്തുൽ കറാം മനസ്സിലാക്കിയപ്പോ ഒരു സ്വഹാബി എന്ത് ചെയ്തു? ഇവരുടെ അരികിലേക്ക് ചെന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ചെന്ന് ചോദിച്ചു, ഫമാ ഹാദിഹിൽ ആയത്തു യാ റസൂലല്ലാഹ്, ഈ ആയത്തിന്റെ രഹസ്യം എന്താണ് റസൂലേ? ഈ ആയത്തിന്റെ രഹസ്യം, ഇതൊക്കെ ഇതിന്റെ തഫ്സീറാണ് ഞാൻ പറഞ്ഞത്. ഈ ആയത്തിന്റെ രഹസ്യം എന്താണ് റസൂലേ എന്ന് പറഞ്ഞു. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഅല്ലക മാ സഅൽതനി, നീ എന്നോട് ചോദിക്കേണ്ടിയിരുന്നില്ല, നീ ചോദിക്കാതിരുന്നെങ്കിൽ അതായിരുന്നു നന്നായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ രഹസ്യം പറഞ്ഞു കൊടുത്തില്ല. ഈ ആയത്തിന്റെ രഹസ്യം, അതിന്റെ ഉള്ളറ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബിക്ക് തുറന്നു കൊടുത്തില്ല. അപ്പൊ എന്തായിക്കാരത്? നമ്മൾ മനസ്സിലാക്കിയതൊന്നും അല്ല, നമ്മളൊന്നും മനസ്സിലാക്കിയിട്ടില്ല, നമ്മൾ വിഡ്ഢികളാ. നമ്മൾ അത്ര സലാത്ത് ചെല്ല, ഇത്ര സലാത്ത് ചെല്ല, ആയത്ത് ഇത്ര ഉണ്ട്, ഇതാ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. നബിയെ, ഇതിന്റെ രഹസ്യം എന്താണ്? ഫമാ ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ പൊരുൾ എന്താണ്? ഉള്ളറ എന്താണ്? രഹസ്യം എന്താണ്? അപ്പൊ പ്രവാചകൻ പറഞ്ഞത്, എന്നോട് ചോദിക്കാതിരിക്കലായിരുന്നു നല്ലത്, നീ എന്നോട് ചോദിക്കേണ്ടിയിരുന്നില്ല. എന്തിനാ ചോദിച്ചത്? എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സിർറുൻ മക്തൂമുൻ ബൈനി വ ബൈന റബ്ബി. തങ്ങൾ പറയാണ്, എന്താ പറയാ? സിർറുൻ മക്തൂമുൻ ബൈനി വ ബൈന റബ്ബി, അത് എന്റെയും എന്റെ റബ്ബിന്റെയും ഇടയിൽ മറക്കപ്പെട്ട ഒരു രഹസ്യമാണ് എന്ന് റസൂലുള്ളാഹ് പറഞ്ഞു കൊടുത്തില്ല. നമ്മളൊക്കെ അർത്ഥം വെക്കുന്ന ആയത്താണ്. ഞാനും എന്റെ മലായിക്കത്തുൽ കറാം അള്ളാഹിന്റെ റസൂലിന്റെ പേര് സലാത്ത് ചെല്ലുന്നുണ്ട്, മക്കളെ നിങ്ങളും ചൊല്ലിക്കോളി സത്യവിശ്വാസികളെ, നമ്മളൊക്കെ വെക്കുന്നതാണ്. പക്ഷേ ഇതിന്റെ പൊരുൾ എന്താണ് എന്ന് ചോദിക്കുമ്പോ സിർറുൻ മക്തൂം, സിർറ് എന്ന് പറഞ്ഞാൽ തന്നെ രഹസ്യം എന്നാണ്. പിന്നെന്തിനാ അവിടെ ഒരു മക്തൂം? മറക്കപ്പെട്ട രഹസ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് വെളിവാകൂല, അതിനാണ് അത് പറഞ്ഞത്. ഒരിക്കലും അത് വെളിവാകൂല, അത്രമാത്രം ഒരു രഹസ്യം അതിലേക്കുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വലാത്ത് ആരെങ്കിലും പതിവാക്കിയാൽ
സ്വലാത്ത് ആരെങ്കിലും പതിവാക്കിയാൽ സിറാത്ത് പാലം വേഗം വിട്ടുകിടക്കാൻ സ്വലാത്ത് അധികരിപ്പിക്കലാണ്. നിങ്ങൾക്ക് സിറാത്ത് പാലം വിട്ടുകിടക്കണോ എങ്കിൽ സ്വലാത്ത് നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്ക് സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ സിറാത്ത് പാലം വിട്ടുകിടക്കണമെങ്കിൽ 500 കൊല്ലം പിടിക്കും. 500 കൊല്ലം സിറാത്ത് പാലം വിട്ടുകിടക്കാൻ. അള്ളാഹുവിനെ രക്ഷപ്പെടുത്തണേ റബ്ബേ. മഹ്ശർ എന്ന് പറഞ്ഞാൽ 50,000 കൊല്ലാണ്. മഹ്ശറ എന്ന് പറഞ്ഞാൽ 50,000 കൊല്ലാണ്. അതിൽ സിറാത്ത് പാലം വിട്ടുകിടക്കേണ്ട കൊല്ലത്ര 500 കൊല്ലം. സുബ്ഹാനല്ലാഹ്, അത് വിട്ടുകിടക്കണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് വിട്ടുകിടക്കണമെങ്കിൽ കസറത്ത് സ്വലാത്ത് അലൻ നബിയ്യു മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ് എന്ന് റസൂലുള്ളാഹി. അപ്പൊ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. നബിയോട് ബന്ധപ്പെട്ടത് എല്ലാം സമൃദ്ധിയാണ്. നബിയോട് ബന്ധപ്പെട്ടതെല്ലാം ബർക്കത്താണ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ നാഥാ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബിയോട് ബന്ധപ്പെട്ടതെല്ലാം ബർക്കത്താണ്. പോകട്ടെ, നബിയോട് ബന്ധപ്പെട്ടതല്ലേ നമ്മൾ, അല്ലേ? കുന്തും ഖൈറ ഉമ്മ, ഉത്തമ സമുദായം നിങ്ങളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ഉത്തമ സമുദായം നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് മുഹമ്മദ്, അതാണ് ഉത്തമ സമുദായം. നമ്മളാണ്. എങ്ങനെ നമ്മളായത്? എങ്ങനെ ഇപ്പൊ നമ്മളായത്? നമുക്ക് ആയുസ് വളരെ കുറവല്ലേ? നൂറ്റാണ്ടുകളോളം ജീവിച്ച സമൂഹം കടന്നുപോയിട്ടില്ലേ? നൂറ്റാണ്ടുകളോളം അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ജീവിച്ച ആൾക്കാർ കടന്നുപോയിട്ടില്ലേ? നൂറ്റാണ്ടുകളോളം കിതാബ് കൊടുത്ത ആളുകൾ കടന്നുപോയിട്ടില്ലേ? നമ്മളെ വയസ്സത്ര 60, 70ന്റെ ഇടക്ക്, 80, 90, 100 അതിന്റെ ഉള്ളില് തുച്ഛം വരുന്ന ആയുസേ നമ്മളുള്ളൂ. അങ്ങനത്തെ നമ്മളെ കുറിച്ച് ഖുർആൻ പറയാ, കുന്തും ഖൈറ ഉമ്മ, ഉത്തമ നൂറ്റാണ്ട്, ഉത്തമ സമൂഹം നിങ്ങളാണ്, ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു. ആ ഖൈർ, ഈ ഉത്തമ നൂറ്റാണ്ടായത് നമ്മളെ പവറല്ല, പിന്നെന്താണ്? നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫ് ഫളിലാണ്. ഷറഫ് ഫളിലാണ്. നമ്മളാണ് ഏറ്റവും വലിയ. എന്തെങ്കിലും മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഒരു പവർ നമുക്ക് കിട്ടാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. ഇവിടെ ഒറ്റ ഹദീസും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താ റിപ്പോർട്ട് ചെയ്യുന്ന അറിയോ? ഞാനും എന്റെ സമുദായവും ഖിയാമത്ത് നാളിൽ ഉയർന്ന ഒരു സ്ഥാനത്ത് നിൽക്കും. ഞാനും എന്റെ സമുദായവും, നബി പറയുന്നതൊക്കെ എന്റെ സമുദായമാണ്, നമ്മളെ കുറിച്ചാണ് പറയാ. പടച്ചോനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും എന്റെ സമുദായവും ഖിയാമത്ത് നാളിൽ ഒരു ഉയർന്ന സ്ഥാനത്ത് ഇങ്ങനെ നിന്നിട്ട് ഖിയാമത്ത് നാളിലുള്ള മറ്റുള്ള ആളുകളെ ഞങ്ങളും ഇങ്ങനെ വീക്ഷിക്കും. ഞാനും എന്റെ സമുദായം മഹ്ശറിൽ ഒരു ഉയർന്ന സ്ഥാനത്ത് നിൽക്കും. എന്നിട്ട് മറ്റുള്ളവരെങ്ങനെ വീക്ഷിക്കുകയാണ്, ഇങ്ങനെ വീക്ഷിക്കും. അങ്ങനെ ഞങ്ങളെയും പല ആളുകളും വീക്ഷിക്കും. ആ വീക്ഷിക്കുന്നവരൊക്കെ ആഗ്രഹിക്കും എന്റെ സമുദായത്തിൽ പെട്ടവരായിരുന്നുവെങ്കിൽ എന്ന് അവരൊക്കെ ആഗ്രഹിക്കുമെന്ന് റസൂലുള്ളാഹി. അവർക്കൊന്നും ആ തൗഫീക്ക് കിട്ടിയില്ല, നമുക്കാണ് ആ തൗഫീക്ക്. അപ്പൊ മഹ്ശറിൽ നബിയോട് ഒപ്പം നിൽക്കണം, ആ കുന്നിന്റെ മുകളിൽ നിൽക്കണമെങ്കിൽ ജനങ്ങളിൽ വെച്ചുകൊണ്ട് എന്നോട് ഏറ്റവും ഖിയാമത്ത് നാളിൽ അടുത്തവർ അക്സറഹും അലയ്യ സ്വലാത്ത്, എന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം.